പ്രധാനപ്പെട്ട രണ്ട് പ്രതിനിധി സമ്മേളനങ്ങൾ രണ്ട് ജില്ലകളുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ തലക്കെട്ടുകളിൽ കണ്ടു. സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക സമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗറിൽ ഉയർന്നത്. പൊതുസമ്മേളനം 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആദ്യം ഷീജ ചേരും വിവരങ്ങളുമായി. ഷീജയ്ക്കൊപ്പം തന്നെ അനൂപ് വയനാടും സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ ആരംഭിച്ച ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. 217 പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പൊതുസമ്മേളന നഗരിയിൽ കൊടി ഉയർന്നിട്ടുണ്ട്. കൊടിമര പതാക ജാഥകൾ ബത്തേരി കോട്ടക്കുന്നിൽ സംഗമിച്ച് പ്രകടനമായാണ് പൊതുസമ്മേളന നഗരിയായ നഗരസഭാ സ്റ്റേഡിയത്തിൽ എത്തിയത്. മറ്റു കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാരും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഷീജയിലേക്കാണ് ആദ്യം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആവ്യ. ഈ സമ്മേളന കാലയളവിനെ പാർട്ടി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും അത്രത്തോളം ആവേശോജ്വലമായി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കത്തിലും അത്രത്തോളം വലിയൊരു ആവേശോജ്വലമായ തുടക്കമാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കാനിരിക്കുന്നു. മറ്റു വിശേഷങ്ങൾ ഷീജ പ്രേക്ഷകരോട് പറയും. തീർച്ചയായും കാവ്യ, ഏതായാലും CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ് കാവ്യ ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ആവേശകരമായ രീതിയിൽ കൊടിമര പതാക ജാഥകൾ ഇവിടെ കോവളത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് എത്തിച്ചേർന്ന് ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് ലഭിച്ചത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇതിൻ്റെ ഈ ഒരു വേദി, അതായത് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോവളമാണ്. വലിയ തോതിലുള്ളൊരു ചരിത്ര പ്രാധാന്യമുള്ള ഇടം കൂടിയാണ് ഇത്തവണ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് വേണ്ടി CPIM തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. അത്രത്തോളം കടലിനോട് ചേർന്നൊരു പ്രദേശത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു സമ്മേളനം ഒരുക്കിയിട്ടുള്ളത് പോലും. ഞാനിപ്പോഴുള്ളത് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 439 പ്രതിനിധികളാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നത്. ഇത് ക്ഷമിക്കണം. ഏതായാലും ആ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ആവേശത്തിൽ തന്നെയാണ് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ ഓരോരുത്തരും എന്നുള്ളതിൽ പറയാനില്ല. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ വിവിധ തരത്തിലുള്ള പരിപാടികൾ, കുട്ടികൾക്കായുള്ള പരിപാടികൾ, യുവാക്കൾക്കായുള്ള പരിപാടികൾ, അതോടൊപ്പം സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക പരിപാടികൾ, അങ്ങനെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ കൂടെ ഇവിടെ വേദിയായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ രീതിയിൽ വലിയൊരു സാംസ്കാരിക സന്ദേശമൊക്കെ നൽകി തന്നെയാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ കൊടിമര പതാക ജാഥകൾ അതിൻ്റെ പ്രയാണം ആരംഭിച്ചത്. തുടർന്ന് അത് വൈകിട്ടോടുകൂടി ഒരു 7 മണിയോടുകൂടി ആണ് ഇവിടെ ഈ CPIM-ന്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടക്കുന്നത് സീതാറാം യെച്ചൂരി നഗറിലാണ്. അവിടെയാണ് ഇത് സംഗമിച്ചത്. തുടർന്ന് പതാക ഉയർത്തി അതിന് ഈ ഒരു സമ്മേളന കാലം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും അത്രത്തോളം വലിയൊരു വികാരം കൂടിയാണ് എന്നുള്ളതിൽ എടുത്തു പറയേണ്ടതില്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ചെങ്കൊടി എന്ന് പറയുന്നത് തന്നെ വലിയൊരു വികാരമാണ് പാർട്ടിയുടെ ഓരോ അംഗങ്ങൾക്കും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ രാവിലെ 10 മണിക്കാണ് പ്രതിനിധി സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിനിധി സമ്മേളനം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എം.എ. ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുക.